ശബരിമല സ്വർണ്ണമോഷണത്തിൽ അന്വേഷണം ആരംഭിച്ച് പ്രത്യേക സംഘം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിൽ SIT പരിശോധന നടത്തി. കൂടുതൽ സ്പോൺസർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. 24 എക്സ്ക്ലൂസീവ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് SIT അന്വേഷണം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ആസ്ഥാനത്ത് സംഘം പരിശോധന നടത്തി. എന്നാൽ പരിശോധന നടന്നിട്ടില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കി. കൂടുതൽ സ്പോൺസർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2019 വാതിൽപ്പാളികളിൽ സ്വർണം പൂശിയത് സ്പോൺസർ ചെയ്ത ഗോവർദ്ധനിൽ നിന്ന് സംഘം വിവരങ്ങൾ തേടും. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഗോവർദ്ധന്റെ പേരുള്ള സാഹചര്യത്തിലാണ് നടപടി. വാതിൽപ്പാളികളിൽ സ്വർണം പൂശാൻ 512 ഗ്രാം ഗോവർദ്ധൻ നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി. വാതിലിൽ 321.6 ഗ്രാമും കട്ടിലപ്പാളിയിൽ 184 ഗ്രാമും സ്വർണം പൂശിയെന്നുമാണ് രേഖ. മുഴുവൻ സ്വർണവും സ്പോൺസർ നൽകിയെങ്കിൽ പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം അപഹരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള നിഗമനം. ഈ സാഹചര്യത്തിൽ ഗോവർദ്ധനെ ചോദ്യം ചെയ്യേണ്ടത് പ്രധാനമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അധികം വൈകാതെ സന്നിധാനത്തെത്തി ചെന്നൈയിൽ നിന്നും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ പരിശോധിക്കാനും ആലോചനയുണ്ട്. സ്വർണ്ണക്കൊളയിൽ പമ്പ സ്റ്റേഷനിൽ ലഭിച്ച 5 പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കേസെടുത്ത സാഹചര്യത്തിലാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പ്രതിപ്പട്ടികയിലുള്ളവരെ അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ല. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലെ ധാരണ. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം ക്യാമ്പ് ഓഫീസ് ആരംഭിക്കും. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.